1938 ലോകകപ്പിന് വേദിയായ ഫ്രാൻസിന് 60 വർഷം കാത്തിരിക്കേണ്ടി വന്നു രണ്ടാം ഊഴത്തിന്. ഫ്രഞ്ച് ഫുട്ബോളിൽ ഇതിഹാസ സ്ഥാനം അലങ്കരിക്കുന്ന മിഷേൽ പ്ലാറ്റിനിയുടെ മനസ്സിലുദിച്ച ആശയമായിരുന്നു 16ാം ലോകകപ്പിന്റെ ആതിഥേയത്വം. ഈ ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് 1998 ജൂൺ 10 പാരീസിലെ സെന്റ് ഡെനീസ് സ്റ്റേഡിയത്തിലാണ് നടന്നത്. അതുവരെയുള്ള 24 ടീമുകളുടെ സ്ഥാനത്ത് 32 ടീമുകളാണ് ഫൈനൽ റൗണ്ടിൽ മത്സരിച്ചത്. ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കുമാണ് ടീമുകളുടെ എണ്ണം കൂട്ടിയതിലൂടെ നേട്ടമുണ്ടായത്. യൂറോപ്പിൽ നിന്ന് 15ഉം ആഫ്രിക്കയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നും 5 വീതവും ഏഷ്യയിൽ നിന്ന് 4ഉം ഉത്തര മധ്യ അമേരിക്കൻ മേഖലയിൽ നിന്ന് 3 ടീമുകളുമാണ് ഫ്രാൻസിലെത്തിയത്. ഈ ലോകകപ്പിന് കൊടിയിറങ്ങുമ്പോൾ ബ്രസീലിനെ ഏകപക്ഷീയമായ 3 ഗോളിന് ചുരുട്ടിക്കെട്ടിയ സിനദിൻ സിദാന്റെ ഫ്രാൻസ് ലോക ഫുട്ബോളിലെ മഹനീയ കിരീടം നേടുന്ന 7ാമത്തെ രാഷ്ട്രമായി. തങ്ങളുടെ ആദ്യ ഫൈനലിൽ തന്നെ ഫ്രാൻസിന് അടുത്ത നൂറ്റാണ്ടിലേക്ക് വഴി തുറന്നുകൊടുത്തും 3-ൽ 2 ഗോളുകളും നേടിയ മധ്യനിരക്കാരൻ സിദാൻ അപൂർവമായ ലോകകപ്പ് റെക്കോർഡ് സ്വന്തമാക്കി. ഒരു ലോകകപ്പ് ഫൈനലിൽ 2 ഗോൾ നേടിയവരിൽ ബ്രസീലിന്റെ മഹാനായ പെലെ അടക്കം മറ്റ് 6 പേർക്കുമൊപ്പമായി സിദാന്റെ ഇരിപ്പിടം. ഫ്രാൻസിന്റെ 3ാം ഗോൾ ഇമാനുവൽ പേറ്റിറ്റിന്റെ വകയായിരുന്നു. ഫൈനലിൽ ഫ്രാൻസിനോടേറ്റ 3 ഗോൾ തോൽവി ലോകകപ്പിന്റെ ചരിത്രത്തിൽ ബ്രസീലിന്റെ ഏറ്റവും ദാരുണമായ ഏടുകളിലൊന്നായി. ലോകകപ്പിൽ അവർ 3ഓ അതിലധികമോ ഗോളുകൾക്ക് തോൽക്കുന്നത് 6ാം തവണയായിരുന്നു. അതേസമയം സ്വന്തം മണ്ണിൽ വെച്ച് ലോകകപ്പ് ഉയർത്തുന്ന 6ാമത്തെ രാഷ്ട്രമെന്ന ബഹുമതിയും ഫ്രാൻസിന് കൈവന്നു. ആദ്യ റൗണ്ടിൽ 16 ടീമുകൾ കെട്ടുകെട്ടിയപ്പോൾ രണ്ടാം റൗണ്ടിലെ ലൈനപ്പിൽ അപ്രതീക്ഷിതമായി കടന്നുകൂടിയ ഏക ടീം നോർവേയാണ്. ഇറ്റലിയായിരുന്നു സ്കാൻഡിനേവിയൻ ഫുട്ബോളിന്റെ സൗന്ദര്യശാസ്ത്രകാരന്മാരായ നോർവേയുടെ പ്രീ ക്വാർട്ടറിലെ പ്രതിയോഗികൾ. ഇവർ തമ്മിൽ മാഴ്സയിൽ നടന്ന മത്സരം പ്രവചനാതീതമായി. ആദ്യ പകുതിയുടെ 18ാം മിനിറ്റിൽ ക്രിസ്ത്യൻ വിയേറിയുടെ ഏക ഗോളിന് ഇറ്റലി കരപറ്റി. ബ്രസീൽ ചിലിക്കും ഡെൻമാർക്ക് നൈജീരിയയ്ക്കും 4-1 വമ്പൻ തോൽവികൾ സമ്മാനിച്ചപ്പോൾ രണ്ടാം ഫാക്ലൻഡ് യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പോരാട്ടത്തിന്റെ ടൈ ബ്രേക്ക് നിർണയത്തിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ മറികടന്നു. മാരഡോണയ്ക്ക് ശേഷം ഓർട്ടേഗ എന്ന താരത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ഇവിടെ കണ്ടു. ക്വാർട്ടർ ഫൈനലിൽ ഇറ്റലിയും ഡെൻമാർക്കും അർജന്റീനയും ജർമ്മനിയും കിതച്ചു വീണപ്പോൾ ബ്രസീൽ ഹോളണ്ടിനെതിരെയും ഫ്രാൻസ് ക്രൊയേഷ്യക്കെതിരെയും സെമി ഫൈനൽ അംഗം കുറിച്ചു. ടൈ ബ്രേക്കിൽ ബ്രസീൽ 4-2 ഡച്ചിനും ഫ്രാൻസ് 2-1 ക്രൊയേഷ്യയ്ക്കും യാത്രയപ്പ് നൽകി. 3ാം സ്ഥാനക്കാർക്കുള്ള മത്സരത്തിൽ ഹോളണ്ടിനെ 2-1 കീഴടക്കി കൊച്ചു ക്രൊയേഷ്യ ലോകകപ്പിലെ ആദ്യ വരവിൽ തന്നെ മാറ്ററിയിച്ചു. ഫ്രാൻസ് കപ്പ് നേടിയെങ്കിലും ഈ ടൂർണമെന്റിലെ ഏറ്റവും വിസ്മയകരമായ കുതിപ്പ് ക്രൊയേഷ്യയുടേതായിരുന്നു. ആദ്യ വരവിൽ തന്നെ 3ാം സ്ഥാനം നേടാൻ ഇതിനു മുൻപ് 1934 ജർമ്മനിക്കും 1966 പോർച്ചുഗലിനുമേ കഴിഞ്ഞിട്ടുള്ളൂ. ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ലോകകപ്പിൽ ആദ്യ ഗോൾ അടിച്ചത് മാരിയോ സ്റ്റാനിക് ആണ്. എന്നാൽ അവരുടെ ടീമിലെ പ്രോസിനിക്കി ലോകകപ്പിൽ 2 ടീമിനു വേണ്ടി ഗോളടിച്ച ഏക താരമെന്ന ബഹുമതിക്ക് ഉടമയായി. 1990 ഇറ്റലി ലോകകപ്പിൽ യുഗോസ്ലോവിയയ്ക്ക് വേണ്ടി കളിച്ച പ്രോസിനിക്കി അന്നും ഗോളടിച്ചിരുന്നു. ഇക്കുറി ഫ്രാൻസിൽ ടോപ്പ് സ്കോറർക്കുള്ള സുവർണ പാതകം നേടിയതാകട്ടെ ക്രൊയേഷ്യയുടെ ഡേവർ സ്കറാണ്. 6 ഗോളുകൾ. ഫ്രാൻസ് ലോക ഫുട്ബോളിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ കളിക്കാരനായ മിഷേൽ പ്ലാറ്റിനി 3 തവണ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് ദിദിയെ ദിഷാമിന്റെ നേതൃത്വത്തിലും സിദാന്റെ സജീവ സംഭാവനയിലൂടെയും അവരുടെ ടീം ഇത്തവണ വെട്ടിപ്പിടിച്ചത്. ഗോളുകളുടെ എണ്ണത്തിലും ഫ്രാൻസ് 1998 ലോകകപ്പിൽ റെക്കോർഡിട്ടു. 32 ടീമുകളുടെ 64 മത്സരങ്ങളിലായി 171 ഗോളുകൾ. ഷൂട്ടൌട്ടിലെ ഗോളുകൾ ഇതിൽ പെടില്ല. 4 സെൽഫ് ഗോളുകളുമാണ്.